ശബരിമല കൊള്ളക്കേസിൽ ആ പണം എങ്ങോട്ടൊക്കെ പോയി എന്നാണ് ഇ ഡി ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇ ഡിയുടെ അന്വേഷണത്തിന് അവർ കുറേ നാളുകളായി നമ്മൾക്കറിയാം. ഇ ഡി എഫ്ഐആറിൻ്റെ കോപ്പി കിട്ടാനായിട്ട് ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതി റാന്നിയിൽ സമീപിച്ചു. അതുപോലെ കൊല്ലത്തെ വിജിലൻസ് കോടതി സമീപിച്ചു. അവിടെ നിന്ന് ലഭിക്കാതെ നോക്കുമ്പോൾ അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഡയറക്ഷൻ വാങ്ങിച്ചിട്ട് അത് ഇ ഡി ആ അപേക്ഷ വീണ്ടും കൊടുക്കാൻ പറഞ്ഞു ഹൈക്കോടതി. ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റോ അതെങ്കിൽ അവർക്ക് ആവശ്യമുള്ള റെക്കോർഡ് വിജിലൻസ് കോടതി കൊല്ലത്തെ നിന്ന് ലഭിക്കുന്നതിന് കോടതിക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട്. അതിൻ്റെ പർപ്പസ് അവിടെ ബോധ്യപ്പെടുത്തിയാൽ അവിടെ നിന്ന് ലഭിക്കും എന്ന് ഹൈക്കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡിക്ക് രണ്ട് എഫ്ഐആറിൻ്റെയും കോപ്പികൾ ലഭിച്ചു. അത് അവരുടെ അന്വേഷണത്തിൽ ചില സൂചനകൾ അവർക്ക് നേരത്തെ കിട്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം വിദേശ ഫണ്ടാണ് അല്ലെങ്കിൽ ബ്ലാക്ക് മണിയാണ്. അത് മണി ലെൻഡിങ് ആക്ട് അനുസരിച്ചാണ് അവർ നടപടി സ്വീകരിക്കുന്നത്. അതിന് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കേസെടുക്കുന്ന എഫ്ഐആർ എന്നാണ്, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഇ ഡി എടുക്കുന്ന എഫ്ഐആറിനെ ECIR എന്നാണ് പറയുന്നത്. അപ്പോൾ ECIR ഒരു കേസ് ഇപ്പം അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എറണാകുളത്തെ അഡീഷണൽ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അദ്ദേഹമാണ് ആ കേസിൻ്റെ അന്വേഷണം നടക്കുന്നത്. രാകേഷ് കുമാർ എന്നയാൾ ആ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം അവർ ഇ ഡി രംഗത്ത് വന്ന് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കള്ളപ്പണം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വിദേശ ഫണ്ട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വിദേശത്തേക്ക് ഫണ്ട് ഒഴുകിയിരിക്കുന്നു, അല്ലെങ്കിൽ കണക്കിൽപ്പെടാത്ത പണം വന്നു പോയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇ ഡിയുടെ നീക്കം വളരെ കൃത്യമായി മുന്നോട്ട് പോകും. അതിനകത്ത് പല വൻമരങ്ങളും വീഴും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇ ഡിക്ക് ഒരു സൂചന കിട്ടാതെ ഏതെങ്കിലും ഒരു വിദേശ ഫണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയോ അവിടുന്ന് ഇങ്ങോട്ട് ഒഴുകുകയോ ചെയ്തിട്ടുള്ള ഒരു വിവരം കൊണ്ടാണ് ഇ ഡി ഈ ഒരു കേസ് ECIR രജിസ്റ്റർ ചെയ്യാൻ കാരണം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം, വെറുതെ അവർ രജിസ്റ്റർ ചെയ്യുകയില്ല. അപ്പോൾ അതിന് ഏകദേശം നമുക്കറിയാം, ഇവിടുത്തെ നേരത്തെ ചില മന്ത്രിമാർ, ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിമാർ ഒരാൾ 13-15 പ്രാവശ്യം വിദേശത്ത് പോയി വന്നിട്ടുണ്ട്. വിദേശത്ത് ആരെ കാണാൻ പോയി, എന്തിനു പോയി, അതിൻ്റെ ഫണ്ട് ആര് കൊടുത്തു, സർക്കാർ ഫണ്ടാണോ ചിലവാക്കിയത്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ആളാണോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോണ്ടാക്റ്റിലുള്ള ആരെങ്കിലും ആണോ ആ ടിക്കറ്റ് എടുത്ത് കൊടുത്തത്, അത് തിരിച്ചു വരാനും പോകാനുള്ള ടിക്കറ്റ് എടുക്കുന്നത് മാത്രമല്ല അവിടെ താമസിക്കുന്ന 5 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ 7 സ്റ്റാർ ഹോട്ടലിൽ, ഇൻ്റർനാഷണൽ ഹോട്ടലിലെ ചിലവ് ആര് വഹിച്ചു, അതിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അത് ആ മന്ത്രിയോ അല്ലെങ്കിൽ ആ MLAയോ ആ ഫണ്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ, അത് എവിടുന്ന് വന്ന ഫണ്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇ ഡി ഇപ്പോൾ ഉടനെ അന്വേഷിക്കും. എത്ര പ്രാവശ്യം ഇവിടുത്തെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണത്തിലുള്ള പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡ് മെമ്പേഴ്സും അതുപോലെ അവരുടെ അണികളും ശബരിമലയിലെ സ്റ്റാഫുകളിലെ ബന്ധുക്കൾ ആരൊക്കെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയി, അതിൻ്റെ പണം എവിടുന്ന് വന്നു, അത് 100 കണക്കിന് ആൾക്കാർ പോയതായിട്ടാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഒരു മന്ത്രി തന്നെ ഏകദേശം 13-15 പ്രാവശ്യം. എന്തിനാണ് ഇവരൊക്കെ വിദേശത്ത് പോയി കറങ്ങുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഫണ്ട് എന്തായാലും കേരളത്തിൽ നിന്ന് ഇ ഡി ഒഴുകുന്നതായിട്ട് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നതായിട്ടും ഉണ്ടാകാം. കാരണം ഇപ്പം മലയാളികളുടെ ട്രെൻഡ് സിനിമാ നടന്മാരുടെയും മലയാളികളുടെയും പണക്കാരുടെയും അമിതമായ പണം വരുന്നവർക്കും കള്ളപ്പണം വരുന്നവരൊക്കെ ചെയ്യുന്നത് അത് ഇ ഡി ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ദുബായിലാണ് എല്ലാവരും ഇപ്പം ചേക്കേറുന്നത്. ദുബായിലെ അവിടുത്തെ ബാങ്കുകളിൽ ഇഷ്ടംപോലെ പണം നിക്ഷേപിക്കുകയാണ് പലരും. അതിവിടുത്തെ അബുദാബി ദുബായിലുള്ള ആൾക്കാർക്കെല്ലാം അവിടെ പോകുന്നവരെല്ലാം ഭൂരിപക്ഷവും ഇവിടുത്തെ സിനിമാ നിർമ്മാതാക്കളും അഭിനയ നേതാക്കളുമാണ്. കേരളത്തിൽ അമിതമായ പണമുള്ളവർ പലരും അങ്ങോട്ട് പോകുന്നുണ്ട്. കാരണം ദുബായ് ഇപ്പം ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും പല ആൾക്കാരും അവിടെ വന്ന് അവിടുത്തെ ബാങ്കിൽ പണം നിക്ഷേപിക്കുകയാണ്. കാരണം അവർക്ക് പലിശ കിട്ടും, അവിടെ താമസിക്കുന്നതിന് വളരെ സൗകര്യങ്ങൾ കിട്ടും, അല്ലെ ലക്ഷറി ലൈഫായിട്ട് അവിടെ ആ പലിശയും വാങ്ങിച്ച് അവിടെ താമസിക്കാം. ധാരാളം മലയാളികളും ഇന്ത്യക്കാരും ഇപ്പം ദുബായ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. UAEയും അതുപോലെ തന്നെ ചില മാറ്റങ്ങൾ ഇപ്പം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട്. അവിടെയും ആൾക്കാർക്ക് ഒരു കണ്ടീഷനുമില്ല, ആർക്ക് വേണമെങ്കിലും അവിടുത്തെ ബാങ്കിൽ പണം നിക്ഷേപിക്കാം. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ടുള്ള വാർത്തയാണത്. അവിടെ അതിന് തടസ്സങ്ങളൊന്നുമില്ല.
അവിടെ വരുന്നവർക്ക് അവിടെ പണം നിക്ഷേപിക്കുക, അതിൻ്റെ പലിശ അവർക്ക് കിട്ടും. ആ പണം മിക്കവാറും അവിടെ തന്നെ അവർ ചെലവഴിക്കും, ലക്ഷറി ലൈഫിന് വേണ്ടി ചെലവഴിക്കും. അപ്പം ദുബായിലെ അതിൻ്റെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സൗകര്യം ലഭിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ. ഇപ്പോൾ അവിടെ തടസ്സങ്ങളൊന്നുമില്ല. നിങ്ങളുടെ എത്ര കള്ളപ്പണം വേണമെങ്കിലും പല രീതിയിൽ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കടത്താം നമുക്കറിയാം. കടത്തുന്നവർക്ക് അത് എങ്ങനെയാണ് കടത്തുന്നതെന്ന് നമുക്കറിയാം. കള്ളപ്പണം നമ്മൾ പലപ്പോഴും പിടിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അതുതന്നെയല്ല, കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത നമ്മൾ ശ്രദ്ധിക്കണം. സ്വർണത്തിൻ്റെ വില നമുക്കറിയാം, ഒരു പവന് 1 ലക്ഷം മിച്ചമായി കഴിഞ്ഞു. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം വന്നു ചേരുന്നതും എന്ന് നമുക്കറിയാം. പാകിസ്ഥാനിലും ഇന്ത്യയിലും അതുപോലെയുള്ള ചില രാജ്യങ്ങളിലാണ് റഷ്യക്കാരും സ്വർണ്ണങ്ങൾ വാങ്ങിച്ചു കൂട്ടാറുണ്ട്. അങ്ങനെയുള്ള സ്വർണ്ണങ്ങൾ എവിടുന്നൊക്കെയാണ് വരുന്നത്? ഇതിനുള്ള പണം എവിടുന്ന് വരുന്നു? ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത വന്നിരിക്കുന്നത് 40 കോടി രൂപയുടെ സ്വർണം ഡൽഹിയിൽ പിടിച്ചിരുന്നു എന്നാണ്. അത് വന്നത് ആസാമിൽ കൂടെയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ പല സ്റ്റേറ്റിൽ കൂടെയും ചേർന്ന സ്വർണം, 40 കോടിയുടെ സ്വർണം ഡൽഹിയിൽ അത് കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ടു എന്നാണ് വന്നിരിക്കുന്ന വാർത്തകൾ. അപ്പോൾ സ്വർണത്തിന് നല്ലൊരു മേഖലയാണ് ഇന്ത്യ. അതുകൊണ്ട് ഇവിടെ വരുന്ന സ്വർണത്തിൻ്റെ പണം എങ്ങനെ വെളിയിലോട്ട് പോകുന്നു, അല്ലെ കക്ഷികളിലേക്ക് വരുന്നു എന്നുള്ള കാര്യം SIT അന്വേഷിക്കുന്നു. ആ രീതിയിൽ തന്നെയാണെന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് അത് എടുത്ത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, സ്വർണം എവിടുന്ന് വരുന്നു അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു, അതിൻ്റെ മണി ട്രാൻസാക്ഷൻ എങ്ങനെ. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ ഗോവർദ്ധനും അതുപോലെ ഭണ്ഡാരിയും അവർ 3 പേരുള്ള ഒരു റാക്കറ്റില്ലാത്താണ് ഈ പണം അല്ലെങ്കിൽ സ്വർണം ചെല്ലുന്നതും ആ സ്വർണം വിൽക്കുന്നതും അതിൻ്റെ പണം വരുന്നതും. അതിൻ്റെ അംശങ്ങളൊക്കെ ആരൊക്കെ കൈപ്പറ്റി, ഏതൊക്കെ മുൻ മന്ത്രിമാർ, ഏത് രാഷ്ട്രീയക്കാർ, ഏത് MLA മാർ, ഏത് വ്യക്തികൾ, ഏത് ദേവസ്വം ബോർഡിലെ സ്റ്റാഫ് കൈവശപ്പെടുത്തി അല്ലെങ്കിൽ ആ സ്വത്തുക്കൾ തട്ടിയെടുത്തതിൽ പങ്ക് ലഭിച്ചു എന്നത് കാര്യത്തിന് SITയുടെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. സമയങ്ങളെടുക്കും. കാരണം പല അക്കൗണ്ടിൽ കൂടെ മറിഞ്ഞു വരുന്നത് കൊണ്ട് അത് സമയമെടുക്കും. കൂടുതൽ പോലീസ് ഓഫീസേഴ്സും ആവശ്യമാണ്. അതുകൊണ്ട് SITയുടെ അടുത്ത നീക്കങ്ങൾ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകും. പല വൻമരങ്ങളും വീഴും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.